ആനന്ദേട്ടാ, നീ നോക്കി, ഞാനൊരു സത്യം പറയട്ടെ. എന്റെ വല്യ കുഞ്ഞിനെ മാത്രം ഓർത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അത് ഈ ലോകത്ത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. പെട്ടെന്ന് ഇങ്ങ് നാട്ടിലേക്ക് വാ വല്യ കുഞ്ഞെ. നീ ഈ കെട്ടികൾക്ക് കാണാൻ കൊതിയാവണം കേട്ടോ. ആനന്ദേട്ടാ, ദേ ഫോണിലൂടെ ആ ശബ്ദം കേട്ടാലും വീഡിയോ കോൾ ചെയ്താലും നേരിട്ട് കാണുന്ന പോലെ ആവില്ല കേട്ടോ. സത്യം പറഞ്ഞാ എനിക്കൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ പറന്ന് 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 അങ്ങ് മുംബൈയിലേക്ക് വന്നേനെ. എന്നിട്ട് ഇങ്ങനെ എന്റെ ആനന്ദേട്ടന്റെ നെഞ്ചത്ത് ഡി കൊള്ളാം. ആനന്ദിന്റെ ഷർട്ടും എടുത്തോണ്ട് വന്ന് അതിനോട് വരെ ശൃംഗരിക്കുന്ന തലം വരെ എത്തി കാര്യങ്ങള്. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്ക, അവൻ ആരാ നിനക്ക്? നിന്റെ കഴുത്തില് താലി കെട്ടിയവനാണോ? അതെ, എന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെയാ. നിങ്ങൾക്ക് അറിഞ്ഞൂടാക്കാതാ. അതെ, ആനന്ദിന്റെ മുറിയിൽ വെച്ച് തന്നെ നീ ഈ ഷർട്ട് അണിഞ്ഞ് ശൃംഗരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ. ഇനിയും അവൻ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് നിനക്ക് കാണണമല്ലേ? കൊള്ളാം. എന്നാ നീ ഇട്ട ഈ ഷർട്ടിനെ നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഇനിയും ബഹളം വെച്ച ഈ ഷർട്ടല്ല, നിന്നെ ഞാൻ കത്തിക്കാൻ പോകുന്ന നോക്കിക്കോ. മാഡം, മാഡം, വേണ്ട മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട മാഡം, വല്യ ഷർട്ട് കത്തിക്കരുത്. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കേ. മാറിപ്പൊക്കോ എന്റെ മുന്നിന്ന്, അല്ലെങ്കിൽ നിന്നെയും കൂടി കത്തിക്കും ഞാൻ. ഇടി മാറാൻ. മാഡം വേണ്ട, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ വല്യ ഷർട്ട് മാത്രം കത്തിക്കരുത്. സഹിക്കില്ല എനിക്കത്, പ്ലീസ്. വെറും ഒരു അടുക്കളക്കാരിയായ നീ എന്നെ തള്ളി താഴെ ഇട്ടു അല്ലേ? നിന്നെ ഇന്ന് ഞാൻ ഇവളെന്താ ചെയ്തെന്ന് നീ കണ്ടില്ലേ? എന്നെ തള്ളി താഴെ ഇട്ടു. ഈ എച്ചിൽ പാത്രം കഴുകുന്ന അസത്ത്. ഞാൻ അറിയാതെ. എന്താ ഇളയമേത് കള്ളം പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്ന രീതിയിൽ വേണ്ടേ പറയാൻ? കല്യാണിക്ക് അന്ന് എന്നും ഭയ ഇളയമയുടെ മുന്നിൽ നിൽക്കാൻ. അങ്ങനെയുള്ള കല്യാണിയാ ഇളയമ തള്ളിയിട്ടു എന്നൊക്കെ പറയുന്ന കഷ്ടം തന്നെ. എടാ അരവിന്ദേ, ഞാൻ കള്ളം പറഞ്ഞതല്ല. നീ ഒരു മിനിറ്റ് മുൻപേ വന്നിരുന്നെങ്കിൽ നിനക്കത് കാണായിരുന്നു. അത് ഞാൻ കൺകുളിർക്ക കണ്ടതാണല്ലോ, ഇനി എന്ത് കാണാൻ? ഹലോ വല്യുഞ്ഞേ. ഹലോ കെട്ടിയോളെ, ഡാർലിംഗ്, കൺഗ്രാറ്റുലേഷൻസ്. നീ പൊളിച്ചടിക്ക്. എന്തിനാ വല്യുഞ്ഞേ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എന്തിനാണെന്നോ, ഝാൻസി റാണിയെ പോലെ നീ വീരപുത്രി ആയില്ലേ, തൃച്ചംബരത്തെ ഝാൻസി റാണി. വല്യുഞ്ഞേ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് പറയ്. ഇനി എന്തു പറയാൻ? എന്നും ഇളയമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാറുള്ള നീ ഇന്ന് ഇളയമ്മയെ തള്ളിയിട്ടില്ലേ? ആ പ്രതികരണത്തിനാ കെട്ടിയോൾക്ക് കെട്ടിയോന്റെ വക അനുമോദനം. അരവിന്ദ് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ഈ അനിയും കുഞ്ഞിന്റെ ഒരു കാര്യം. കല്യാണി, നീ എന്തോന്നും മിണ്ടാത്തെ? വല്യുഞ്ഞേ, ഞാനത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഞാൻ ഇട്ടിരുന്ന വല്യുഞ്ഞിന്റെ ഷർട്ട് വിലാസിന് മേഡം കത്തിക്കാൻ നോക്കി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും മേഡം കേട്ടില്ല. ആ ഷർട്ട് കത്തിക്കുന്നത് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ സ്വയം അറിയാതെ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സംഗതി സൂപ്പർ.
ആ ബ്രോയാണോ? ഞാൻ ബ്രോയെ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു എന്നറിയോ? എന്താ അവിടെ വല്ല റേഞ്ച് പ്രശ്നമുണ്ടോ? അല്ല, ഇത് സുബണ്ണന്റെ ഫോണാണല്ലോ. അത് എന്റെ ഫോണിന് എന്തോ ചെറിയ കംപ്ലൈന്റ്. അതാ സുബ്രുവിന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. നീ ഓഫീസിലല്ലേ? അല്ല ബ്രോ, ഞാനേ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി മറന്നു. അപ്പൊ അതെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന് കേറിയുള്ളൂ. ആരും സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ബ്രോ. അല്ല അത് പോട്ടെ, ഇപ്പൊ ബ്രോക്ക് എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? അല്ല ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല. പിന്നെ ടാബ്ലറ്റ് 2 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കൂ ബ്രോ. പൂനെയില് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു 17-ാം തീയതി. അത് ബ്രോയോട് പോകാൻ പറയാൻ അമ്മ പറഞ്ഞത്. അതിപ്പോ സാരില്ല, ഞാനത് അമ്മോട് എങ്ങനെയും പറഞ്ഞോളാം. ശരി ബ്രോ, ഞാൻ വിളിച്ചേക്കാം. ശരി. അനികുഞ്ഞേ, ആ കല്യാണി ഇവിടെ നിൽക്കായിരുന്നോ? അതെ. ആ ഞാനേ അത്യാവശ്യമായിട്ടൊരു ഫയൽ എടുക്കാണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വന്നതാ. അനികുഞ്ഞേ, വല്യുഞ്ഞിന് എന്താ പറ്റിയേ? ബ്രോക്ക് എന്ത് പറ്റാ? നിനക്കെന്താ കല്യാണി, രാവിലെ വല്ല കുഴപ്പമുണ്ടോ? യാതൊരു കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ. അനികുഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് എന്തോ മറക്കുക. എന്റെ വല്യുഞ്ഞിന് എന്താ പറ്റിയേ? എനിക്കറിയണോ അത്? പറ അനികുഞ്ഞേ, വല്യുഞ്ഞിന് എന്ത് പറ്റി? കല്യാണം എന്താ എന്റെ ഫോണില്? ഓ, ആനന്ദിനെ ഫോണിൽ കിട്ടിക്കാണില്ല. ഈ പ്രേമിക്കുന്നവരുടെ ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് 2 ദിവസം ചതിച്ചാൽ മതി, കൂട്ടം ആത്മഹത്യ നടക്കും. ഹലോ കല്യാണി, എന്തുണ്ട് വിശേഷം? സുബ്രു സാറേ, വല്യുഞ്ഞ് അടുത്തുണ്ടോ? ഇല്ലല്ലോ കല്യാണി, ഞാൻ പുറത്തേക്കൊന്ന് പോയിറങ്ങിയതാ. സാരമില്ല, ഞാൻ തിരികെ പോയി ആനന്ദിന് ഫോൺ കൊടുക്കും. വേണ്ട സർ, വല്യുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ. അത് പോട്ടെ, വല്യുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? എനിക്കതറിഞ്ഞാ മതി, അതോടെ എന്റെ വെപ്രാളം തീരുവേ. ഏയ്, അതത്ര കാര്യമായിട്ടൊന്നുമില്ല. 2 ദിവസം കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അബദ്ധമായി പോയല്ലോ. ഒരു മനുഷ്യന് ദൈവം തന്ന മഹത്തായ കഴിവുകൾ ചിന്തിക്കാനും സംസാരിക്കാനും ഉള്ള ശേഷി മാത്രമല്ല, മറവി കൂടിയാണ്. പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്, അതാണ് പ്രധാനം. നന്ദനെ, നിന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കൊന്നും മാത്രം അറിഞ്ഞാ മതി. എന്നെ അപമാനിച്ചതിന് അവളെ എങ്ങനെ നമുക്ക് ഈ തൃച്ചംബരത്ത് നിന്നും പുറത്താക്കാം? കാരണം ഞാനിപ്പൊ തേടി വന്നത് സഹതാപം കാണിക്കുന്ന ഒരു മിത്രത്തെയല്ല, കൂടെ നിന്ന് പൊരുതാൻ പറ്റിയ ഒരു യോദ്ധാവിനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ പരമ്പരാഗത ചെയിൻ അവളുടെ കഴുത്തിൽ വന്നതിന് ശേഷമാണ് അവൾ ആകെ മാറിയിരിക്കുന്നത്. അഖിലാണ്ടേശ്വരി ആ മാല നിനക്ക് പോലും തന്നില്ല എന്നുള്ളത് നീ മറക്കരുത്. അതാ അവളിപ്പൊ മുതലാക്കുന്നത്. അതെ, ഇന്നത്തെ സംഭവം കൂടി കേട്ട സ്ഥിതിക്ക് ആന്റി പറയുന്നതിൽ ന്യായമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ നന്ദൻ ഇവിടെ ഉള്ളപ്പോ ആ കല്യാണി ഒരിക്കലും തൃച്ചംബരത്തെ മൂത്ത മരുമകളാകില്ല. അനികുഞ്ഞേ, എനിക്കൊരു സമാധാനമില്ല ഇവിടെ. വല്യുഞ്ഞിന് എന്തോ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നല്. എന്നെ മറക്കുക എല്ലാരും കൂടി. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എന്താ എന്റെ വല്യുഞ്ഞിന് സംഭവിച്ചേ? അനികുഞ്ഞെങ്കിലും ഒന്ന് പറ. കല്യാണി, വെറുതെ നീ ഇങ്ങനെ സ്വയം പ്രാന്ത് പിടിക്കരുത്. തൽക്കാലം നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നിനക്കിപ്പോ ബ്രോയെ നേരിട്ട് കാണണം, അത്രയല്ലേ ഉള്ളൂ. നാളെ രാവിലെ നമുക്ക് മുംബൈക്ക് പോവാം. അതോടെ കഴിയില്ലേ കാര്യങ്ങൾ? വേണ്ട, എന്നെ വെറുതെ പറ്റിക്കാനല്ലേ. വല്യുഞ്ഞിനെ കാണാണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എനിക്ക്. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ ഈ കുഞ്ഞ്. സത്യം പറ, എന്റെ വല്യുഞ്ഞിന് എന്താ സംഭവിച്ചേ? സത്യം പറഞ്ഞില്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോ ഈ കല്യാണി ജീവനോടെ ഉണ്ടാവില്ല. കല്യാണി, നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇന്നത് വെച്ചോ, പിടിക്കേ.
നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ നമുക്ക് മുംബൈക്ക് പോകാനുള്ള എയർ ടിക്കറ്റാ 2 എണ്ണം. ഏതായാലും ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഒരു 5-5:30 മണിക്ക് നീ പുറത്തേക്ക് ഇറങ്ങണം. വേറെ ലഗേജ് ഒന്നും എടുക്കരുത്. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇറങ്ങിയാൽ മതി. 7:30 മണിക്കാണ് ഫ്ലൈറ്റ്. നേരത്തെ തന്നെ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. നീ റെഡി ആയിട്ട് ഗേറ്റിന് പുറത്ത് വേണം നിൽക്കാൻ. എന്താ നടക്കൂതൊക്കെ? നടക്കും. എന്റെ വല്ലുകുഞ്ഞിനെ കാണാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ. അനികുഞ്ഞ് പറഞ്ഞാ മതി. ശരി, എങ്കിലിനി കൂടുതലൊന്നും പറയല്ല. നമ്മൾ തീരുമാനിച്ചു. ഇനി വെറുതെ കരഞ്ഞു കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് സംശയം തോന്നിപ്പിക്കാതെ അവിടെ ഔട്ട് ഹൗസിലേക്ക് പൊക്കോ. ഓ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വിലാസിനി വലിയ വില്ലത്തി. ഞാൻ ഇവിടെ അനുഭവിക്കുന്ന സങ്കടം വല്ലതും ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ഷേമത്തിൽ സ്വന്തം ഭർത്താവിനില്ലാത്ത താല്പര്യം മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാകാനാ? വേണ്ട സഹദേവേട്ട, ഒരു ന്യായവും പറയണമെന്നില്ല. നിങ്ങളെയും പിള്ളേരെയും കാണാതെ ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഞാൻ വല്ല ലേഡീസ് ഹോസ്റ്റലിലും ചെന്ന് ചേരും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ ഫോൺ വയ്ക്കാം. നീ എന്താടി ഇപ്പൊ തൃച്ചംബരത്തെ വിലാസിനിയുടെ പണി തുടങ്ങിയോ? ഒളിഞ്ഞു കേൾക്കലും കുത്തിത്തിരിപ്പും. അതെ, തൃച്ചംബരത്തെ മൂത്ത വില്ലത്തി ഇപ്പോഴും ഞാൻ തന്നെയാ. നീയൊക്കെ വെറും ശിശുവാ. ഇനി അതല്ല, കുറച്ച് വില്ലത്തരം കൂടുതൽ പഠിക്കാനാണ് ഈ വന്ന് ഒളിഞ്ഞു കേൾക്കലെങ്കിൽ ദക്ഷിണ വെച്ചിട്ട് മതി മുന്നോട്ട് പോകും. എന്താ പറ്റൂ നിനക്ക്? നിക്കവിടെ. ഞാൻ വെറുതെ ഒരു കോമഡി പറയാൻ നോക്കിയിട്ടും നിനക്കൊരു മാറ്റമില്ലല്ലോ. എന്താ നിനക്ക് ഇത്ര ഗൗരവം? അരവിന്ദുമായി വഴക്കിട്ടോ നീ? എന്തായിരുന്നു പ്രശ്നം? അവൻ ബാംഗ്ലൂർക്ക് പോവാണെന്ന് പറയുന്നു. ബാംഗ്ലൂർ ദേ അപ്പുറത്തല്ലേ. അവൻ പോകുന്നെങ്കിൽ നീയും കൂടെ കേറി പോണം. അതിനെന്തിനാ ഇപ്പൊ വഴക്കിടുന്നേ? ഞാനത് പറഞ്ഞു. വെറും പറയലല്ല, കരഞ്ഞും ചിരിച്ചും സീരിയസ് ആയിട്ടും ഒക്കെ പറഞ്ഞു. പക്ഷെ അവൻ എന്നെ കൊണ്ടുപോകാൻ തയ്യാറല്ല. എന്നവൻ തീർച്ച പറഞ്ഞോ? പറഞ്ഞു. എന്നാ അവൻ പോകുന്നത് ബാംഗ്ലൂരല്ല, മറ്റെവിടേക്കോ ആണ്. എനിക്കും അത് തോന്നി ആന്റി. അവന്റെ ഈ യാത്ര എനിക്ക് മുടക്കണം. ആന്റി പറ, എങ്ങനെ അത് സാധിക്കും? വെരി ഗുഡ്. തൃച്ചംബരത്തപ്പോ സർവം സഹയൊന്നും അല്ലാത്ത സ്ത്രീകളും ഉണ്ട്. കൊള്ളാം. അതാ ഇപ്പോഴിനി എന്റെയും ലൈൻ. തടഞ്ഞു നിൽക്കുന്നവനെ തള്ളി മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അജണ്ട നടപ്പാക്കാൻ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ ഒരു കൂസലും ഇല്ല ആന്റി. രാവിലത്തെ ഫ്ലൈറ്റിൽ പോവുന്ന വാശിയില്ല. കഷ്ടം. നീ പറയുന്നത് സമാധാനത്തോടെ കേട്ട് അനുസരിക്കാൻ അവൻ ശിവരാമകൃഷ്ണന്റെ രക്തത്തിൽ മാത്രം പിറന്നവനല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മുലപ്പാല് കുടിച്ച് വളർന്നവനാ. ആന്റി ഈ തള്ളു ഡയലോഗ് കള. അവൻ നാളെ ഇവിടുന്ന് പോകാൻ പാടില്ല. ആ യാത്ര മുടങ്ങണം. അതിനിപ്പോ എന്താണ് ഒരു വഴി? അത് പറഞ്ഞാ മതി. എടി പെണ്ണേ, വഴികളൊന്നല്ല, 1000 ഉണ്ടാവും എന്നും പെണ്ണിന്റെ ആവനാഴിയിൽ. നീ കേട്ടിട്ടില്ലേ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ലെന്ന്? അതുകൊണ്ടിപ്പോ നിനക്ക് അരവിന്ദ് കൃഷ്ണനെ എയ്തു വീഴ്ത്താൻ ഞാനൊരു ബ്രഹ്മാസ്ത്രം തന്നെ ഉപദേശിക്കാൻ പോവാ. കേൾക്കാൻ തയ്യാറാണോ നീ? വെറുതെ കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. എന്താ പറ്റുമോ?
കല്യാണി ചായ കൊണ്ടുവാ. എന്താ നീ കാണിക്കുന്നത്? വിദ്യാഭ്യാസ ബന്ധം വല്ലതും ഉണ്ടോ നോക്കിയതാ. പോയി തുപ്പടാ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ചെന്ന് പല്ല് കേൾക്കണോ. പോയി ചേച്ചിയോട് ചായ കൊണ്ടുവരാൻ പറ. ചേച്ചി അച്ഛന് ചായ. ചേച്ചി ചേച്ചി അച്ഛാ ചേച്ചി എവിടൊന്നും കാണുന്നില്ല. കാണാനില്ലേ? കല്യാണി കല്യാണി ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? ചേച്ചി ഇവിടൊന്നും ഇല്ല അച്ഛാ. ഇല്ലേ? കല്യാണി 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 മോളെ കല്യാണി. അനിയൻകുട്ടാ, അച്ഛാ നീ ഓടിപ്പോയി കല്യാണി തൃച്ചംബരത്തെ അടുക്കളയിലുണ്ടോ നോക്കിട്ട് വാ. ബെഞ്ചിൽ ഇല്ല അച്ഛാ, ചേച്ചി എവിടൊന്നും പോയില്ല. 8 മണിക്ക് ചേച്ചി പോവും. അഖില മേഡത്തിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. ആ ചേച്ചി ആ ചെമ്പരത്തിയോട് എങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. പട്ടേസ് ഞാൻ പോയി നോക്കിട്ട് വരാം. ചേച്ചി ചേച്ചി അച്ഛാ ചേച്ചി എവിടൊന്നും ഇല്ല. ഇവിടിത് എവിടെ പോയിരിക്കാ ഭഗവാനെ? അച്ഛാ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ചേച്ചി അമ്പലത്തിൽ പോയതായിരിക്കും. ഇന്നലെ അമ്പലത്തിൽ പോണോന്ന് പറയുന്നത് പോലെ കേട്ടു. ആ കല്യാണ ഭക്തകുചേനെ അല്ലേ? ഓ ആ നീ പോയി റെഡിയായി സ്കൂളിൽ പോകാൻ നോക്ക്. വരൂ ഡോക്ടർ. കാലം ഒരു ചക്രം പോലെ തിരിയുന്നു എന്ന് പറയുന്നത് പരമമായ സത്യമാണ്. മാഡം മാഡം കല്യാണി എന്ത് പറ്റി ദാസേട്ടാ?
ഇത് ഞാൻ കല്യാണിക്ക് കൊടുത്ത തൃച്ചംബരത്തെ പരമ്പരാഗത മാലയല്ലേ? ഇതെങ്ങനെയാ ദാസേട്ടന്റെ കയ്യിൽ? കല്യാണി എവിടെ? ആ, ഇതെന്തോന്ന് പ്രേമലേഖനോ? മാഡം, എന്നോട് പൊറുക്കണം. വേറൊരു വഴിയും ഇല്ലാത്തോണ്ടാണ് ഇങ്ങനൊരു കത്ത്. ചെയ്യുന്നത് തെറ്റാണോന്നൊന്നും അറിയില്ല മാഡം. ഈ പരമ്പരാഗത ചെയിൻ എന്റെ കഴുത്തിൽ അണിഞ്ഞതിനു ശേഷം എന്നും ഓരോരോ അപശകുനങ്ങളാണ് നടക്കുന്നത്. മാഡം കണ്ടതാണ് അന്ന് വിളിപ്പുറത്തമ്മയ്ക്ക് പൂവിട്ട് നോക്കിയപ്പോഴും എതിർഫലമായിരുന്നു ദേവി കാണിച്ചു തന്നത്. അപ്പോ മുതൽ ഇവിടെ ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ എനിക്കുണ്ട്. ഊണിലും ഉറക്കത്തിലും വരെ ഒരു തരം ഭയം. അതുകൊണ്ട് ഞാൻ ഇത് കഴുത്തിന്ന് ഊരുകയാണ്. ഈ ചെയിനിന്റെ മൂല്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാൾ വലുതാണ് കല്യാണിക്ക് ഈ തൃച്ചംബരത്തിന്റെ സന്തോഷം. ഞാൻ കാരണം തൃച്ചംബരത്തിന് നാളെ ഒരു ദോഷവും ഉണ്ടാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ കല്യാണിക്ക്. അതുകൊണ്ട് ഈ കത്തിനോടൊപ്പം ഞാൻ ഈ ചെയിൻ കൂടി ഇവിടെ വെക്കുകയാണ്. ഗുഡ്. ഇനി ഈ ചെയിൻ ഒരിക്കലും നഷ്ടപ്പെടാതെ ഭദ്രമായി സൂക്ഷിക്കണം. മനസ്സിലായോ? ശരി മാഡം. മാഡത്തിന്റെ വാക്ക് ധിക്കരിക്കേണ്ടി വന്നതിന്റെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. എന്നെ ആരും തിരയരുത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു, കല്യാണി. ഇനി ഇത് ഈ വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിച്ചു വെക്കാം. കോടതി സമക്ഷം കത്ത് വെക്കുന്നു. എന്നാൽ ഇതൊരല്പം കടുപ്പമായിപ്പോയി. തൃച്ചംബരത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒന്നും തന്നെ ആരും ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോയ ചരിത്രമില്ല. എനിക്ക് വല്ലതുമാണ് അഖിലാന്റി തന്നിരുന്നെങ്കിലേ എന്നും പൂജിച്ച് ചന്ദനവും കുങ്കുമവും തൊട്ട് ഞാനത് കഴുത്തിൽ അനങ്ങാതെ ഇട്ടിരുന്നേനെ. ആ, അതെ അതെ, നീ പറഞ്ഞതാണ് ശരി. ഈ പരമ്പരാഗത ചെയിനിന്റെ മഹത്വവും മൂല്യവും അറിയായിരുന്നെങ്കിൽ ഇതിങ്ങനെ ഒരു പീറ കടലാസ് കഷ്ണത്തോടൊപ്പം വലിച്ചെറിഞ്ഞിട്ട് പോവുമായിരുന്നു അവള്. വെറും എച്ചിൽ പാത്രം കഴുകുന്ന ആ മൂദേവി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അധിക്ഷേപിച്ചതിന് തുല്യമായി ഈ കാണിച്ചിരിക്കുന്നത്. മതി, ഇതിന് നീ ഇനി പുതിയ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കണ്ട. ഞങ്ങൾക്ക് ബുദ്ധിയും മൂളയൊക്കെ ഉണ്ട്, വായിച്ചു കേട്ടത് മനസ്സിലാക്കാൻ. ഓ ദാസേ, എന്താ കല്യാണി ഇങ്ങനെയൊക്കെ? സത്യം പറയാം, അവൾ ഇങ്ങനെ ഒരു നെറിയേട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെന്റെ തെറ്റാ. കൊള്ളാം, നല്ല തന്ത. ഇന്ന് ഈ നിമിഷം വരെ സ്വന്തം മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതെങ്കിലും അറിഞ്ഞുമായിരുന്നോ ഇയാള്? ഇല്ലല്ലോ. അതാണ് പോയിന്റ്. ഏതായാലും ഒരു കാര്യം തൃച്ചംബരത്തുള്ളവര് കേട്ടാ കൊള്ളാം. അർഹതയില്ലാത്തവരെയൊക്കെ തോളിലേറ്റി നടന്ന ഇതും ഇതിന്റെ അപ്പുറവും നടക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആ പരമ്പരാഗത ചെയിൻ അവളുടെ കയ്യിൽ കൊടുക്കരുതേ കൊടുക്കരുതേ എന്ന് ഞാൻ തലയിൽ കൈ വെച്ച് പറഞ്ഞതാ. പക്ഷെ ആരും കേട്ടില്ല. മാഡം, ആ നശിച്ചവളിനി എന്റെ മോളല്ല. മുജ്ജമ്മ ശത്രു മകളായി പിറന്നവളാ. അവളി കാണിച്ചു കൂട്ടിയാനല്ല ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏതോ കുഗ്രാമത്തിൽ വളർന്ന് നീ മുംബൈ പോലൊരു പട്ടണത്തിൽ ഒറ്റയ്ക്ക് പോന്നൊക്കെ വെച്ച നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുന്ന വല്ല ഊഹുണ്ടോ? ഉണ്ടോ കല്യാണി? ഒന്നും പറയണ്ട. നീ ഇപ്പൊ കാണിച്ചതേ അഹങ്കാരോ, ശുദ്ധ പോക്കൃത്തരം. നീ ഒരു പെണ്ണായോണ്ട് ഞാൻ വേറെ വാക്കൊന്നും പ്രയോഗിക്കുന്നില്ലേ. ഞാനത് നീ അങ്ങ് എടുത്തു ചാടിപ്പോയി. ഇനി ഇവിടെ ഉള്ളവരോടെ
ഞാൻ എന്ത് സമാധാനം പറയും? എനിക്ക് ആരെങ്കിലോട് പറയാൻ പറ്റുമോ നീ ബ്രോയുടെ കൂടെ മുംബൈയിലാണെന്ന്? പറ കല്യാണി, ഞാൻ ഇനി ഇവിടെ എന്ത് ചെയ്യണം? നീ തന്നെ ഉത്തരം പറ. ഹലോ, B6 പാർക്ക് ചെയ്തേക്ക് ജസ്റ്റ്. ആ, കയറി വന്നാ മതി, ഞാൻ ക്യാഷ് തരാം. ഓക്കെ. ആന്റി ഇവിടെ, അതും പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ ഫ്ലാറ്റിനകത്ത്. ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പം മനസ്സിലായോ നിനക്ക് നീ കണ്ടത് സ്വപ്നമല്ലെന്ന്? ഇനി വിശ്വസിക്കാൻ നിനക്ക്. ഞാൻ അഖിലയ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നീ എന്റെ മോനെ കൊല്ലാൻ നോക്കൂല്ലേ? 1700 കിലോമീറ്റർ അല്ല, ഇനി ഏത് ഭൂഖണ്ഡത്തിന്റെ വ്യത്യാസത്തിലാണെങ്കിലും എന്റെ മകനൊരു പോറലേറ്റാൽ ഞാനത് അറിഞ്ഞിരിക്കും. പറയടി, എന്ത് ധൈര്യത്തിലാ നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മോനെ ആളെ വെച്ച് കൊല്ലാൻ നോക്കിയത്? നീ നാഗമഠത്തില്ലത്തിലാണെന്ന് അറിഞ്ഞ അന്നേ നിന്നെ കൊല്ലാമായിരുന്നു. ആ കല്യാണ ദിവസം അത് ചെയ്യാതെ വിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. വാ ആന്റി, വാ. എനിക്ക് ആന്റിയുടെ തന്റെ ഇടമാ എപ്പോഴും ഏറ്റവും ഇഷ്ടം. പക്ഷേ അടികൊണ്ട പാമ്പ് അവസരം കിട്ടിയ കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് നാഗത്തിന്റെയും നാഗമഠത്തില്ലക്കാരുടെയും ശീലം. ഇത്രയും നേരം നിറതോക്കിന്റെ ധൈര്യത്തിലല്ലേ ഈ പ്രകടനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്? ഇപ്പൊ കയ്യിലിരിക്കുന്നത് ഉണ്ടയില്ലാത്ത തോക്കാണെന്നങ്ങ് മറന്നു. പകരം നിറതോക്കിരിക്കുന്നതേ ഇപ്പൊ എന്റെ ആൾക്കാരുടെ കയ്യിലാ. ജസ്റ്റൻ, മോനെ കൊല്ലാൻ ആളെ അയച്ചെന്ന് പറഞ്ഞല്ലേ എന്നെ നിങ്ങൾ കൊല്ലാൻ ഇറങ്ങിയത്? എന്നാ ഇപ്പൊ മോനെ അല്ല, അമ്മയാ കൊല്ലാൻ പോകുന്നത്. ഈ ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നോക്കി നിൽക്കാതെ കൊന്നറിയ സ്ത്രീയെ. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് എനിക്കും കിട്ടണം. ഇത് അരവിന്ദിനെ തോൽപ്പിക്കാനോ സ്വയം ജയിക്കാനോ അല്ല, മറിച്ച് ഞാൻ ശരിയായി ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാനോ. വെറും പെണ്ണായതുകൊണ്ടോ കെട്ടുതാലിയുടെ ഭാരം കൊണ്ടോ സ്വന്തം സ്വപ്നച്ചിറകുകളെ അരിഞ്ഞു മാറ്റാൻ ഈ നന്ദനയ്ക്ക് പറ്റില്ല എന്നർത്ഥം. കൊള്ളാം. പരസ്പരം വിശ്വാസവും ബഹുമാനവും ഉള്ള നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ നിന്നെ ഇതുവരെ കണ്ടിരുന്നത്. അത് നിനക്ക് അറിയുകയും ചെയ്യാം. എല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണ് നീ ഇപ്പോൾ.
മനസ്സിലാക്കലും നടിക്കലും ഒന്നുമല്ല. സമൂഹത്തിന്റെ ചോദ്യങ്ങളുണ്ട് എന്റെ മുന്നിലിപ്പോ. എനിക്കതിന് ഉത്തരം പറയണം. സമൂഹം മണ്ണാങ്കട്ട. നാളെ ഞാൻ നിരന്തരം കുടിച്ചോണ്ട് വന്ന സമൂഹം നിന്നെ കുടിയന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പൊ നീ സമൂഹം പറയുന്ന കേട്ട് എന്നെ ഉപയോഗിച്ച് പോവോ? കേക്കട്ടെ. പക്ഷെ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഒന്ന് മാത്രം, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിലേ വെറും അഭിനയം കൊണ്ട് പറ്റില്ല. നമ്മൾ രണ്ടും മനസ്സ് വെക്കണം. ഇപ്പൊ എനിക്കതില്ല. ആനന്ദേ, അഖിലേറ്റ് വരുന്നു. എന്റെ ദേവി, അഖിലേമ്മേടോ? അതുപോട്ടെ, നീ എന്താ പ്രിയങ്കയുടെ കാര്യം എന്നോട് പറയാതെ മറച്ചു വെച്ചത്? അത് അമ്മ എങ്ങനെ? മോനെ, കോടികൾ മാർക്കറ്റിൽ ഇറക്കി കളിക്കുന്ന ഒരു ബിസിനസ് പേഴ്സൺ ആണ് ഞാൻ. ഇനിയെങ്കിലും ഇത്തരം വിട്ടി ചോദ്യം ചോദിക്കരുത്. പണത്തിന് വാങ്ങാൻ കഴിയാത്തത് ഒന്നുമില്ലെന്നർത്ഥം. അതമ്മേ, അത് അത്ര വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. അതാ അമ്മയോട് പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് ഞാൻ കരുതിയത്. പ്രിയങ്ക എന്റെ മോനെ കൊല്ലാൻ നോക്കിയത് എനിക്ക് ചെറിയ കാര്യമാവോ? നീ ഈ അമ്മയുടെ ലോകമാ മോനെ. എനിക്ക് ശേഷം തൃച്ചംബരത്തിന്റെ കാവലാൾ നീയാ. അങ്ങനെയുള്ള എന്റെ മോന്റെ ജീവൻ എടുക്കാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടണോ? നോ, നെവർ. ഇന്നലെ തന്നെ അവളെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ടുന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. മോനെ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇപ്പൊ തന്നെ പോവുക കേരളത്തിലേക്ക്. വാ, പോയി ലഗേജ് എല്ലാം പാക്ക് ചെയ്യ്. കമോൺ. മാഡം, ജ്യൂസ് അവിടെ വെക്കേ. നിൽക്ക്. മാഡം, നീ ആ പരമ്പരാഗത ചെയിനും കത്തും എന്തിനാ ഡ്രൈവറുടെ കൈ കൊണ്ട് കൊടുത്തത്? ആന്റി ചോദിച്ചത് കേട്ടില്ലേ? ആ മാലയും കത്തും ദാസേട്ടന്റെ കയ്യിൽ എന്തിനാ കൊണ്ട് കൊടുത്തേന്ന്. മാഡം, അത് കല്യാണിയുടെ. നീ ആ മാലയും കത്തും എന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നതിന് പകരം ഔട്ടോസിൽ കൊണ്ടുപോയി കൊടുത്തത് എന്തിനായിരുന്നു? മറുപടി പറയടി. എന്തിനാ ഇപ്പൊ സുജാത അടിക്കുന്നേ? സുജാത എന്ത് തെറ്റ് ചെയ്തു? അരവിന്ദേ, നീ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിലും നിനക്ക് തൃച്ചംബരത്തെ ലേഡി സ്റ്റാഫുകളുടെ കാര്യത്തിൽ ഇടപെടൽ കുറച്ച് കൂടുതലാണല്ലോ. പണ്ടും അതായിരുന്നല്ലോ ശീലം. ഏതായാലും ഇപ്പൊ എന്റെ മോൻ ഇവളുടെ രക്ഷകനാകാനൊന്നും നടക്കണ്ട. ഇറങ്ങിയ വഴിക്ക് പോകാൻ നോക്ക്. ഈ MD സ്ഥാനവും പത്രാസും ഒക്കെ കുറച്ചു ദിവസം കൂടിയേ കാണൂ. വീണ്ടും ആ പഴയ ഓട്ടക്കാലണ തന്നെയാ നീ. ഓ, ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റി. നന്ദനെ എരികേറ്റി വിടുന്ന മൊത്തം ഇളയമ്മയാണെന്ന്. ഇളയമ്മയുടെ അതേ വാക്കുകൾ തന്നെയാ നന്ദനയുടേത്. ഏതായാലും അമ്മയില്ലെന്ന് കരുതി ഇളയമ്മ ഇവിടുത്തെ സ്റ്റാഫുകളുടെ തോളത്തൊന്നും കയറാൻ നിൽക്കണ്ട. അത് ഭയങ്കര ബോറാണേ. ഒരു ബോറും ഇല്ല. അഖിലാന്റി ഇല്ലെങ്കിലേ ആ അധികാരം വിലാസിനാന്റിക്ക് തന്നെയാ. ആരും അത് എതിർക്കാൻ വരണ്ട.